ഗതിയിലാണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. ഒരു ഗതികേടുകളെ എന്താ ചെയ്യാ. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലാണ് തൃശ്ശൂർ. ഒരു മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റമല്ല അവിടുന്ന് സെക്യൂരിറ്റി ഉള്ള ഭാഗത്തുനിന്നുള്ളത്. എന്നോട് പറയണം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് സ്ട്രെച്ചർ കൊണ്ടുവരാടാ, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. വണ്ടി വന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റായി. കുറച്ചേരം അപ്പുറത്ത് കിടന്നു. ഈ നിലയ്ക്ക് കൊണ്ടുവന്ന പേഷ്യന്റ് എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടുത്തെ മെഡിക്കൽ കോളേജിലാണ് തൃശ്ശൂർ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കാത്തിരിക്കുന്നത്. ഇരിക്കണമൊക്കെ സ്ട്രെച്ചർ വീൽ ചെയറൊക്കെ കാത്തിരിക്കണ. ഈ വക സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മളെ നികുതി പിടിക്കുന്ന പണത്തോളം എന്തിട്ട് ചെയ്യണമെന്ന് അറിയില്ലേ. ഭയങ്കര കഷ്ടമാണ്. ഓരോരുത്തർ കാത്തുക്കാണ്, എത്രയോ നേരമായിട്ട് കാത്തുക്കാണ്. ഗതിയിലാണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. ഇത് കണ്ടിട്ടെങ്കിലും മാറ്റങ്ങൾ വരണം. അപ്പൊ ആ പേഷ്യന്റ് എത്ര ബുദ്ധിമുട്ടിട്ടാണ് എന്റെ വണ്ടിയുടെ ഉള്ളിൽ കിടക്കണമെന്ന് എനിക്കറിയാം. അപ്പോ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഇത് കിട്ടിയിട്ടില്ല. നമുക്ക് സ്ട്രെച്ചറാണ് ആവശ്യം. ഒരു ഗതികേടുകളെ എന്താ ചെയ്യാ. ആരുമില്ല ഇതൊക്കെ ശരിയാക്കാൻ. നമസ്കാരം. ഞാൻ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. സ്ട്രെച്ചർ കിട്ടാണ്ട് മെഡിക്കൽ കോളേജിൽ നമ്മുടെ തൃശ്ശൂര്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഞാൻ പേഷ്യൻറ്റിൻ്റെ വീട്ടിലെത്തിയതാണ്. ആളെ കയറ്റി ഒരു 10 മണിക്ക് ഞാൻ എത്തി. ഒരു 15 മിനിറ്റ് ആദ്യം ആ ബ്ലോക്കിൽ പോയി കിടന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ സ്ട്രെച്ചറില്ലേ, നിങ്ങളെ OP ബ്ലോക്കിൽ കൊണ്ട് ഇറക്കിക്കോ. അപ്പോൾ അവിടെ സ്ട്രെച്ചർ കിട്ടുന്നുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെച്ചർ ഇല്ല, കാത്ത് കിടക്കണം. ഇറങ്ങാൻ ഒരു മാർഗ്ഗമില്ല പേഷ്യൻറ്റിന്. അങ്ങനെ നിവർത്തി കേട്ടപ്പോൾ ഞാൻ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു വണ്ടി അവിടെ നിന്ന് മാറ്റിയിടണം, മരത്തിനടിയിലിട്ടോണം വന്നാൽ. ഞാൻ പറഞ്ഞു മരത്തിനടിയിൽ കിടക്കാൻ വേണ്ടിയിട്ടില്ല. ഈ 10-45 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടി അവിടെ വരെ വന്നത് മരത്തിനടിയിൽ കിടക്കാനില്ല. ഈ പേഷ്യൻറ്റിന് ഇറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു തരാൻ പറഞ്ഞു. ഞാൻ വണ്ടി മാറ്റിയിടാം, അതെനിക്ക് പ്രശ്നമുള്ളതല്ല. പേഷ്യൻറ്റിന് സ്ട്രെച്ചറാണ് ആവശ്യം. അത് ഇറക്കി കഴിഞ്ഞാൽ ഞാനവിടെ വണ്ടി കൊണ്ട് പോകും, അല്ലെങ്കിൽ അത് അവിടെ കിടക്കുന്നു പറഞ്ഞു. അത് ഞാൻ ചെറിയ തർക്കമായപ്പോഴാണ് ഞാൻ പിന്നെ എനിക്ക് തോന്നിയത് എന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം, ഇത് അറിയണ്ടവരറിയട്ടെ. ഒരു മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റമല്ല അവിടുന്ന് സെക്യൂരിറ്റി ഉള്ള ഭാഗത്തുനിന്നുള്ളത്. എന്നോട് പറയണം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് സ്ട്രെച്ചർ കൊണ്ടുവരാടാ, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദേഷ്യം പറ്റില്ലോ. അങ്ങനെ ഒരു ദേഷ്യം വന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ആ പേഷ്യന്റിനടക്കമുള്ള വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. ഇത് കാണേണ്ടവർ കാണട്ടെ, ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. അതൊക്കെയാണ് നമ്മുടെ ആവശ്യം. കാരണം എന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ നമ്മുടെ വേറെ ആരെങ്കിലും സുഹൃത്തുക്കൾ ചെല്ലുമ്പോഴും ഇതാണ് അവസ്ഥ. നമ്മൾ തൊട്ട് ഒരു 2 മണിക്ക് ഇതിപ്പോൾ ഒരു ഓട്ടോ എടുത്തു വെച്ചണതാ, ഓൾറെഡി എടുത്തു വെച്ചണതാ. അപ്പോൾ അതൊരു ബോഡിയാണ്. അത് ഇരിഞ്ഞാലോടേക്ക് കൊണ്ടുപോകേണ്ടതാണ് കത്തിക്കാൻ. 3 മണിക്ക് ഇരിഞ്ഞാലോടെ എത്തണം. അപ്പോൾ നമ്മൾ വേറെ കമ്മിറ്റ്മെന്റുള്ള ആൾക്കാരാണ്. നമ്മുടെ ഒരു വിലപ്പെട്ട ഒരു മണിക്കൂറാണ് നമ്മൾ ഒരു സ്ട്രെച്ചറിന് വേണ്ടിയിട്ട്, അതും ഒരു പേഷ്യന്റ് ഇത്ര ഗുരുതരാവസ്ഥയിൽ വന്നിട്ടുള്ള പേഷ്യന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു മോശമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം. അപ്പം നിങ്ങൾ പ്രതികരിക്കണം. LDF വരും ശരിയാവും എന്നുള്ള കമന്റ് ഒഴിച്ച് ബാക്കി വല്ല നല്ല നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുക, പ്രതികരിക്കുക. അല്ലേ. The Voice of India.